വെനം ദ ലാസ്റ്റ് ഡാൻസിന്റെ ഫൈനൽ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു ട്രെയിലറിലെ ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ നൾ ദ സിംബിയോട്ട് ഗോഡിന്റെ വരവ് തന്നെയാണ്. ഒരുപാട് കാലമായിട്ട് നൾ മെയിൻ വില്ലനായിട്ട് ഈ പടത്തിൽ വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് മൂവിയിൽ വരും എന്നൊക്കെ പറഞ്ഞ് റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഈ പടത്തിൽ തന്നെ നൾ ഉണ്ടായിരിക്കുമെന്ന് ട്രെയിലറിലൂടെ കൺഫേം ആയിരിക്കുകയാണ്. മാത്രമല്ല, വരാനിരിക്കുന്ന MCUവിലെ സ്പൈഡർമാൻ 4 മൂവിയുമായിട്ടുള്ളൊരു ഡയറക്റ്റ് കണക്ഷനും ഒരുപക്ഷെ വെനം 3ക്ക് കാണാമെന്നുള്ള തിയറി വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇവയെല്ലാം കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ആകാശത്തെ എയ്റോപ്ലെയിൻ്റെ പുറത്ത് വെനം അള്ളിപ്പിടിച്ചു പോകുന്ന കാണിച്ചുകൊണ്ടാണ്. പെട്ടെന്ന് അവർക്ക് നേരെ ഒരു അറ്റാക്ക് വരുന്നു. വെനം റെക്സ് ആകാം ഈ ക്രീച്ചർ നമ്മൾ കഴിഞ്ഞ ട്രെയിലർ ബ്രേക്ക്ഡൗണിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ക്ലിയർ ആയിരിക്കുകയാണ് ഇത് സെനോഫേജ് ആണെന്ന്. കോമിക്സിൽ സിംബിയോട്സിനെ ഹണ്ട് ചെയ്യുന്ന ഒരു ഏലിയൻ റേസ് ആണ് സെനോഫേജസ്. അതുകൊണ്ട് തന്നെ സിംബിയോട്സിനൊക്കെ സ്ട്രോങ്ങർ ആണിവ. ഇവരുടെ ഒറിജിൻ പ്ലാനറ്റ് ഏതാണെന്നുള്ളൊരു മിസ്റ്ററിയാണ്. സിംബിയോട്ട് ഹോസ്റ്റിന്റെ ബ്രെയിൻ ആണ് ഇവരുടെ ഭക്ഷണം. സിംബിയോട്സിനെ ഹോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ബ്രെയിനിൽ ഡോപ്പമിൻ ലെവൽസ് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ കാലം ഒരു സിംബിയോട്ടിനെ ഹോസ്റ്റ് ചെയ്ത ഒരാളുടെ ബ്രെയിനിൽ കൂടുതൽ ഡോപ്പമിൻ ഉണ്ടാകും. സിനിമയിലേക്ക് വരുമ്പോൾ എഡ്ഡി വർഷങ്ങളായി വെനമിന്റെ ഹോസ്റ്റാണ്. സോ സെനോഫേജസിന് ഒരു ഫുൾ കോഴ്സ് മീലാണ് എഡ്ഡിയുടെ ബ്രെയിൻ എന്ന് പറയാം. എന്തായാലും ഈ സെനോഫേജ് കാരണം വിമാനത്തിൽ നിന്ന് എടുത്തിയാടിയ എഡ്ഡിക്ക് വെനം ഒരു പാരഷൂട്ടായി മാറുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഇൻസോമിനിയക് സ്പൈഡർമാൻ 2 ഗെയിമിൽ വിങ്സ് വന്ന വെനമിനെയാണ്. മേ ബി സിനിമയിൽ എപ്പോഴെങ്കിലും വെനമിന് വിങ്സ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്രയും കാലം സ്പേസിലായിരുന്ന സെനോഫേജസ് എങ്ങനെ ഇപ്പോൾ എർത്തിലെത്തി? ഒരുപക്ഷെ അതിന് കാരണം സിംബിയോട്സിന്റെ ക്രിയേറ്റർ ആയേക്കാം, നൾ ദ സിംബിയോട്ട് ഗോഡ്. ഈ സിനിമയുടെ വില്ലൻ നള്ളായിരിക്കുമെന്ന് ഒരുപാട് കാലമുള്ള റൂമേഴ്സ് അവസാനിപ്പിച്ചുകൊണ്ട് ട്രെയിലറിൽ നള്ളിനെ ഒഫീഷ്യലി റിവീൽ ആക്കിയിരിക്കുകയാണ്. ആരാണ് ആക്ടർ എന്നത് വ്യക്തമല്ല. ദ വാക്കിംഗ് ഡെഡിലൊക്കെ ഉണ്ടായത് നോർമൻ റീഡേഴ്സ് ആകാം ഇതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലയിടത്തും സ്പെക്കുലേഷൻസ്. നള്ളിനെ പറ്റി പറയാനാണെങ്കിൽ വെനം ഒറിജിനലി സീക്രട്ട് വാർ സ്റ്റോറിയിലേക്ക് വന്ന സ്പൈഡർമാൻ്റെ ബ്ലാക്ക് സ്യൂട്ടിനെ റെഡ്കോൺ ചെയ്തുണ്ടാക്കിയ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നീട് കാർണേജ്, റയോട്ട് അടക്കം ഒരുപാട് സിംബിയോട്സിനെയും മാറും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷമാണ് സിംബിയോട്സ് എന്ന ഈ സ്പീഷീസിന് ഒരു ഒറിജിൻ ആൻഡ് ബാക്ക് സ്റ്റോറി മാർവൽ കൊടുക്കുന്നത്. ഡാർക്ക്നെസ്സിന്റെ ഗോഡ് എന്നറിയപ്പെടുന്ന നള്ളിന്റെ കടന്നുവരവ് അങ്ങനെയാണ്. പഴയ യൂണിവേഴ്സിന്റെ അവസാനത്തിനും പുതിയ യൂണിവേഴ്സിന്റെ തുടക്കത്തിനും നടുവിലാണ് നള്ളിന്റെ ജനനം. ലൈഫും ലൈറ്റും കോസ്മോസിലേക്ക് സെലസ്റ്റിയൽസ് കൊണ്ടുവരുന്നതിനിടയിലാണ് നള്ളിന്റെ ഈ വരവ്. കിങ് ഇൻ ബ്ലാക്ക് എന്ന പേരിൽ തങ്ങളെ സെർവ് ചെയ്യാൻ വേണ്ടി സെലസ്റ്റിയൽസ് നള്ളിനെ ചോസ് ചെയ്യുന്നു. എന്നാൽ നള്ളിന് ഇതൊന്നും അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. സെലസ്റ്റിയൽസിൽ നിന്നും വരുന്ന ലൈറ്റ് കാരണം ഉണ്ടാകുന്ന നിഴലിൽ നിന്ന് ഒരു സ്വോർഡ് നള്ള് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സ്വോർഡ് ഉപയോഗിച്ച് ഒരു സെലസ്റ്റിയന്റെ തല തന്നെ നൾ വെട്ടിമുറിക്കുന്നു. ഈ സെലസ്റ്റിയൽ തലയാണ് നമ്മൾ MCUവിലെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിൽ നോവെയറായി കാണുന്നത്. മറ്റ് സെലസ്റ്റിയൽസ് നള്ളിനെ ഡാർക്ക്നെസ്സിലേക്ക് ബാനിഷ് ചെയ്യുന്നു. എന്നാൽ അവിടെ രാജാവായി വന്ന നൾ ആ സെലസ്റ്റിയൽ തലയിൽ നിന്നും ആദ്യ സിംബിയോട്ടിനെ ഒരു സ്വോർഡായി ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഓൾ ബ്ലാക്ക് അഥവാ നെക്രോ സ്വോർഡ്. MCUവിലെ തോർ ലവ് ആൻഡ് തണ്ടറിൽ ഗോർ ദ ഗോഡ് ബുച്ചർ യൂസ് ചെയ്യുന്നത് ഇതേ നെക്രോ സ്വോർഡിന്റെ മറ്റൊരു വേർഷനാണ്. എന്തായാലും നെക്രോ സ്വോർഡ് ഉപയോഗിച്ച് കോസ്മോസ് മുഴുവനുമുള്ള ദൈവങ്ങളുടെ അടക്കമുള്ള ജീവനുകൾ അയാൾ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗോഡ് സ്ലെയർ എന്നൊരു വെളിപ്പേരും നള്ളിന്റെ നെക്രോ സ്വോർഡിന് കിട്ടി. എന്നാൽ ടൈം ഡിസ്പ്ലേസ്ഡ് ആയ സിൽവർ സർഫർ നള്ളിനെ തോപ്പിച്ച് നെക്രോ സ്വോർഡ് തട്ടിയെടുത്തു. അതോടെ നള്ളിന്റെ പവേഴ്സ് കുറഞ്ഞു. ഒരു വേസ്റ്റ് പ്ലാന്റിൽ മരികം കിടന്ന നൾ പക്ഷെ അവിടെയുള്ള ജീവജാലങ്ങൾ പുതിയ സിംബിയോട്സിനെ ക്രിയേറ്റ് ചെയ്ത് അവയൊക്കെ ഹോസ്റ്റാക്കി. അങ്ങനെയാണ് വിവിധ സിംബിയോട്ടുകൾ ഉണ്ടാവുന്നത്. ഹൈവ് മൈൻഡ് എബിലിറ്റി ഉപയോഗിച്ച് എല്ലാ സിംബിയോട്സിനെയും കൺട്രോൾ ചെയ്യാൻ നള്ളിന് സാധിക്കുമായിരുന്നു. അങ്ങനെ കോസ്മോസ് മുഴുവൻ കീഴടക്കാൻ നൾ സിംബിയോട്സുമായി ഇറങ്ങിത്തിരിച്ചു. ഒരുപാട് സിംബിയോട്സ് ഒരുമിച്ച് ചേർന്ന് ഡ്രാഗണായി മാറി അസ്ഗാർഡ് ആക്രമിച്ചു. എന്നാൽ തോർ ആ ഡ്രാഗണെ കൊല്ലുന്നു. അതോടെ നള്ളിന് സിംബിയോട്സ് ആയുള്ള കണക്ഷൻ വീക്കാകുന്നു. അങ്ങനെ സിംബിയോട്സ് സ്വതന്ത്രരായി. അസ്ഗാർഡിയൻസിനെ ഹോസ്റ്റാക്കി ലൈറ്റ് പവേഴ്സ് കൂടി ഗെയിൻ ചെയ്ത സിംബിയോട്സ് നള്ളിനെതിരെ തിരിയുന്നു. സിംബിയോട്സ് എല്ലാം കൂടി നള്ളിനെ ഒരു കേജിലാക്കുന്നു. ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്തൊരു കേജ്. ആ കേജിന് ചുറ്റും സിംബിയോട്സ് ചുറ്റി അതൊരു ഗ്രഹം പോലെ ആകുന്നു. ഇതാണ് മാർവൽ യൂണിവേഴ്സിലെ ആദ്യ ലിവിംഗ് പ്ലാനറ്റ്, ദ പ്ലാനറ്റ് ഓഫ് സിംബിയോട്സ്. സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിംബിയോട്സ് കാലം കഴിയുന്നവരും വീക്കർ ആയതിനാലാകാം നൾ കൂടുതൽ സ്ട്രോങ്ങർ ആവുന്നത്. മാത്രമല്ല, ഈ പ്ലാനറ്റിൽ നിന്നുമുണ്ടായ സിംബിയോട്സ് തന്നെയാകും വെനമും റയോട്ടും ഒക്കെ. സോ തന്നെ പഴയ പവർ സോഴ്സായ നെക്രോസോട് തിരികെ കിട്ടിയാലേ നള്ളിന് പഴയ പോലൊരു ദൈവമാകാൻ സാധിക്കുകയുള്ളൂ. സിൽവർ സർഫറും തോറുമൊന്നും സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിൽ റൈറ്റ്സ് ഇഷ്യൂസ് കാരണം ഇല്ല എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഓൾ ബ്ലാക്ക് എന്ന ആദ്യ സിംബിയോട്ട് അഥവാ നെക്രോസോഡ് മിക്കവാറും വെനം തന്നെയാകും. വെനമിനെ തേടിയാണ് നൾ വരുന്നതെന്നും അതിനാലാണ് വെനം ഉള്ളതുകൊണ്ട് ഭൂമിക്ക് ആപത്തെന്നുമാണ് ട്രെയിലറും നള്ളിൻ്റെ കഥയും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ട്രെയിലറിൽ നള്ളിൻ്റെ ജസ്റ്റ് കുറച്ച് ക്വിക്ക് ഷോട്ട്സ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിംബിയോട്സിന് മേൽ നള്ളിന് കുറച്ച് കൺട്രോൾ ഉണ്ടായി എന്ന് തന്നെയാണ്. സോ സെനോഫാഗസിനെ കോൺടാക്ട് ചെയ്ത ശേഷം വെനമിനെ നേടിയെടുക്കാൻ വേണ്ടി അവയെ എർത്തിലേക്ക് നള്ളു വിടുന്നു. പഴയതുപോലെ നള്ളിന് അത്രയും ലെവലൊരു പവർ ആയിട്ടില്ല. സോ നള്ളിന് നേരിട്ട് ഇറങ്ങാൻ പറ്റുകയില്ല. അപ്പോൾ സെനോഫാഗസ് പോയി എഡ്ഡിയെ കൊന്നിട്ട് ബ്രെയിൻ തിന്നുകയാണെന്നുണ്ടെങ്കിൽ വെനമിന് ഹോസ്റ്റ് ഇല്ല. സോ ഹോസ്റ്റ് ഇല്ലാത്ത വെനമിനെ ഈസിയായി ക്യാപ്ചർ ചെയ്ത് നെക്രോസോഡ് റീക്രിയേറ്റ് ചെയ്ത് വേൾഡ് മുഴുവൻ കീഴടക്കുക എന്ന് തന്നെയാണ് നള്ളിൻ്റെ പ്ലാൻ.
നമ്മൾ ഫസ്റ്റ് ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, ഈ ഒരു സിനിമയിൽ കുറേ സിംബിയോട്സ് ഉണ്ടാവും. എസ്പെഷ്യലി ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഒരുപാട് സിംബിയോട്സിനെ ക്യാപ്ചർ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് സിംബിയോട്സിനെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്താണ്, താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഈ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് സിംബിയോട്സ്, സ്ക്രീം, ഫേജ്, ആ ഒരു സെറ്റ് ഓഫ് സിംബിയോട്സ് തുടക്കത്തിൽ വെനമിനെതിരെയാണെങ്കിൽ പോലും അവസാനം നള്ള് വരുമ്പോൾ നള്ളിനെതിരെ തിരിയാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അതായത് വെനവും സിംബിയോട്സും ഒരുമിച്ച് ഒരു ടീമായി ചേർന്ന് നള്ളിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതാകാം ഒരുപക്ഷെ ക്ലൈമാക്സ്. ഇപ്പോൾ നള്ള് പടത്തിന് തുടക്കം മുതലേ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സിംബിയോട്സിനെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ സെനോഫാഗിസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നൾ വരിക ഒരുപക്ഷെ സിനിമയുടെ അവസാനമായിരിക്കാം. അപ്പോൾ എങ്ങനെയാകും ഇത് എൻഡ് ചെയ്യുക? ഒന്നെങ്കിൽ വെനം മരിക്കണം, വെനോ എഡ്ഡിയും മരിക്കണം, അല്ലെങ്കിൽ നള്ളിനെ കൊല്ലണം. പക്ഷേ ഇത്രയും വലിയൊരു ബിഗ് വില്ലനെ ജസ്റ്റ് ക്ലൈമാക്സിൽ മാത്രം കാണിച്ചിട്ട് കൊല്ലും എന്നെനിക്ക് തോന്നുന്നില്ല. അവിടേക്കാണ് MCUവിലെ സ്പൈഡർമാൻ 4 കണക്ഷൻ്റെ കടന്നുവരവ്. സ്പൈഡർമാൻ നോ വേ ഹോം സിനിമയുടെ ആദ്യ പ്ലാൻസിലൊന്ന് സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിലെ ടോം ഹാർഡി വെനമിനെ കൊണ്ടുവന്ന് ഒരു ക്രോസ് ഓവർ നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ടോബിയെയും ആൻഡ്രൂവിനെയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ സ്ക്രാപ്പ് ചെയ്ത് നമ്മൾ ഇന്ന് കണ്ട നോ വേ ഹോം കിട്ടി. ടോം ഹാർഡി വെനം ജസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ മാത്രമായിട്ട് ഒതുങ്ങി പോവുകയും ചെയ്തു. പക്ഷേ ഇക്കുറി നെക്സ്റ്റ് ഒരു സ്പൈഡർമാൻ മൂവി സ്പൈഡർമാൻ 4 വരുമ്പോൾ അതിൽ സ്ട്രീറ്റ് ലെവൽ എലമെൻറ്റ്സ് ഉണ്ടാകും എന്നതിൻ്റെ കൂടെ തന്നെ മൾട്ടിവേഴ്സൽ ലെവൽ എലമെൻറ്റ്സ് ഉണ്ടാകുമെന്നും നമുക്കിപ്പോൾ കുറേ റിപ്പോർട്ട്സ് കിട്ടുന്നുണ്ട്. സോ സ്ട്രീറ്റ് ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും ഡെയർ ഡബിൾ, കിങ് പിൻ അടക്കമുള്ള മെയിൻ മാർവൽ ക്യാരക്ടേഴ്സ് അവിടെ വരുമെന്നും, എന്നാൽ അതിനുശേഷം ഒരു മൾട്ടിവേഴ്സൽ ലെവലിലേക്ക് പോകുമ്പോൾ വെനം ഇവിടേക്ക് വരുമെന്നും, നള്ളാകും ഇതിലെ മെയിൻ വില്ലനെന്നും, അങ്ങനെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ്റെ വെനം ഫസ്റ്റ് ആക്കും എന്നുമൊക്കെ കുറേ തിയറീസ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ട്രെയിലർ വന്നത് വെച്ചിട്ട് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ഈ ഒരു സ്റ്റോറിയിലോട്ട് വരുമ്പോൾ ഡെയർ ഡബിളും കിങ് പിനും അടക്കം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. വരാനിരിക്കുന്ന ഡെയർ ഡബിൾ ബോൺ അഗെയിൻ സീരീസും ഇതുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സോ തൽക്കാലം നമ്മൾ വെനം ട്രെയിൽ ബ്രേക്ക് ഡൗൺ ആണ് ഈ വീഡിയോ, അതിലോട്ട് ഫോക്കസ് പോവാം. ഈ ഒരു സ്പൈഡർമാൻ 4നെ പറ്റിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ട്രെയിലറിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഫിഷ് വെനമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു റീൽ വീഡിയോയിൽ പറഞ്ഞ കാര്യമായിരുന്നു, മെർച്ചൻഡൈസിലൂടെ ഫിഷ് വെനവും ഫ്രോഗ് വെനവും കൺഫേം ആയെന്ന്. സോ ബേസിക്കലി എഡ്ഡിന്ന് ഡിറ്റാച്ചഡ് ആവുന്ന വെനം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വീഴുമ്പം ഫിഷായിട്ട് മാറുന്നു, അവിടുന്ന് പിന്നെ ചാടി ഫ്രോഗായിട്ട് മാറുന്നു. അങ്ങനെ ചെറിയ ചെറിയ ആനിമൽസായിട്ട് വെനം മാറുന്നു നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിച്ചേക്കും. എന്തായാലും ഈ കൂട്ടത്തിൽ ഫിഷ് വെനവും ഫ്രോഗ് വെനവും മാത്രമാണ് തൽക്കാലം കൺഫേം ആയത്. നമ്മൾ കഴിഞ്ഞ ട്രെയിലറിലും കണ്ടിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു ഒരു ടക്സിയുടെ സ്യൂട്ട് ഇട്ടിട്ട് എഡ്ഡി വരുന്നത്. സോ ആ സ്യൂട്ട് വേറെ അടുത്തൊന്ന് അടിച്ചു മാറ്റിയതാണെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു ട്രെയിലറിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക്സിൽ ആക്ച്വലി തൻ്റെ ഹോസ്റ്റിൻ്റെ അപ്പിയറൻസും ക്ലോത്ത്സും ഒക്കെ മാറ്റാൻ വെനമിന് സാധിക്കും. സോ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഇതൊക്കെ മാറ്റാനൊക്കെ വെനമിൻ്റെ ഹോസ്റ്റ് ആണെങ്കിൽ സാധിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പവർ വരുന്നില്ല. അങ്ങനെ പവർ വന്ന് ഒബ്വിയസ്ലി കുറേ പ്ലോട്ട് ഹോൾസ് ഉണ്ടാവും, അതേപോലെ കുറച്ച് ഓവർ പവേർഡ് ആവും. അതൊക്കെ കൊണ്ടായിരിക്കാം ലൈവ് ആക്ഷനിൽ അങ്ങനെ ഒരു പവർ ഇല്ല. പക്ഷേ കോമിക്സിൽ ഈ പറഞ്ഞ പോലെ ഒരാൾ ഇടിച്ച് വീഴ്ത്തി ഡ്രസ്സൊന്നും അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. വെനമിന് തന്നെ തൻ്റെ ഹോസ്റ്റിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ട്രെയിലറിൽ ജസ്റ്റ് ഒന്ന് മിന്നായം പോലെ കണ്ട റൈസി ഫാൻസിൻ്റെ, അതായത് അമേസിംഗ് സ്പൈഡർമാൻ സിനിമയിലും നോ വേ ഹോമിലും ഒക്കെ ലിസാർഡായിട്ട് വന്ന ആക്ടറിൻ്റെ ഒരു റോൾ ഉണ്ടായിരുന്നു. സോ ഇതിൽ അത്യാവശ്യം കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡയലോഗൊക്കെ ക്യാപ്റ്റന് കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് ഇത് ലിസാർഡിൻ്റെ വേരിയൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ലിസാർഡ് ആകാത്ത ഡോക്ടർ കർട്ട് കോണേഴ്സിൻ്റെ ഒരു വേരിയൻ്റ് ആകാം ഇത്, അല്ലെങ്കിൽ ഒരു എൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരിക്കാം. അതേപോലെ കൂട്ടത്തിൽ സൈഡിലിരിക്കുന്ന ചെറിയ പയ്യൻ പീറ്റർ പാർക്കർ എന്ന് കുറേ പേര് പറയുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിൽ ഏതൊരു പടം വന്നാലും സൈഡിൽ കൂടി ഒരു കൊച്ചുചെറുക്കനെ കണ്ടത് പീറ്റർ പാർക്കർ ആക്കുക പതിവാണ്. ഇപ്പോൾ മാഡബബിലും അങ്ങനെ വരുമെന്ന് പറഞ്ഞു. ഇവഞ്ച്വലി വന്നെങ്കിൽ പോലും പീറ്റർ പാർക്കർ ഒരു മെയിൻ പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടോട്ട് വരുമ്പോൾ മാഡബബിൽ ഓൾറെഡി ആ ഒരു വെർഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുതിയ പീറ്റർ പാർക്കർ ഒന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അതിൽ ഒരു പോയിന്റും ഇല്ല. ആക്ച്വലി ഇപ്പം ഇത്രയും വലിയ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പീറ്റർ പാർക്കർ വേരിയൻറ്റും കർട്ട് കോണേഴ്സ് വേരിയൻറ്റും വന്നെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്യാനില്ല, ചുമ്മാ കുത്തിക്കയറ്റുന്ന പോലെ ആവും. അപ്പോൾ അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ചെറിയ ചെറിയ സംഭവങ്ങൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഫാൻ തിയറീസ് പറയണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞ പോലെയാണ് തോന്നിയത്. റൈസി ഫാൻസ് എനിവേ കർട്ട് കോണേഴ്സിൻ്റെ വേരിയൻ്റ് ആകാൻ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഒരിക്കലും ലിസാർഡൊന്നും ആവാത്ത ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ. അപ്പോൾ എന്തായാലും അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മെക്സിക്കോയിലോട്ട് കടക്കുന്ന രീതിയിലാണ് നമ്മൾ എഡ്ഡിയും വെനമിനെ കാണുന്നത്. പ്ലെയിനിലൊക്കെ ചാടിപ്പോകുന്നതാണെങ്കിലും പിന്നെ ഹോഴ്സ് ആണെങ്കിലും എല്ലാം കൊണ്ടും ആ ഒരു സെറ്റപ്പാണ് നമ്മൾ കാണുന്നത്. സോ അങ്ങനെ ഇവർ ഒരു സെറ്റ് ഓഫ് ഹിപ്പീസിൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാകാം റൈസി ഫാൻസിൻ്റെ ഒരു ക്യാരക്ടർ. ഞാൻ ഈ പറഞ്ഞ പോലെ മേ ബി കാർട്ടൂൺസിൻ്റെ വേരിയൻ്റ് ആയിരിക്കാം, ഒരിക്കലും ലിസാർഡൊന്നും ആവാത്ത ഒരു നല്ല വേരിയൻറ്റ്, അല്ലെങ്കിൽ ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടർ ആവാം. പിന്നെ ഒരുപാട് പൈസ വേണം എന്നുള്ള രീതിയിൽ ഇവർ നിൽക്കുന്നുണ്ട്. ഇപ്പം തന്നെ കസിനോയ്ക്ക് അകത്ത് പോയിട്ട് അവിടെ തല്ലിപ്പൊളിക്കുന്നു, പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു. സോ പൈസ ഉണ്ടാക്കേണ്ട എന്തോ ഒരു വലിയ ആവശ്യം ആക്ച്വലി ഇവർക്കുണ്ട്. മേ ബി നള്ളിനെ തോൽപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്താ നമുക്കറിയില്ല. കുറച്ചുകൂടെ ഹ്യൂമർ ആയിട്ടുള്ള സീൻസാണ് അതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം മാർട്ടിൻ സ്കോർസിസിനൊക്കെ പോലെ ഇരിക്കുന്ന ഒരു അപ്പൂപ്പനെയൊക്കെ നമുക്ക് കസിനോയിൽ കാണാൻ പറ്റുന്നുണ്ട്, റിയൽ സിനിമ തന്നെ. ഈ ഒരു ട്രെയിലറിൽ കിട്ടാത്ത എന്നാൽ നേരത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രെയിലർ നമുക്ക് കിട്ടിയ ഒരു സംഭവമായിരുന്നു ഫേജ് എന്ന സിബിയോഡിൻ്റെ ഫസ്റ്റ് ലുക്ക്.
ഫേജ് അടക്കം ഈ സിനിമയിൽ ഒരുപാട് പുതിയ സിംബിയോട്സ് വരുന്നുണ്ട്. ഈ പുതിയ ട്രെയിലർ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവരും നള്ളിയിൽ നിന്ന് പേടിച്ചോടി എർത്തിലേക്ക് വരികയാണെന്നാണ്. സോ ആ ഒരു പുതിയ സിംബിയോട്സ് ആരൊക്കെയാണ്, അതേപോലെ ഫസ്റ്റ് ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഇതെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. സോ നേരത്തെ പറഞ്ഞ പോലെ വെനം ദ ലാസ്റ്റ് ഡാൻസ് എന്ന ഈ സിനിമ വെനം സീരീസിൻ്റെ ഒരു അവസാനമാണ്. ഇനി ഇതിന് ശേഷം വെനമിൻ്റെ ഒരു സോളോ മൂവി ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ ലോ ആണ്. ലാസ്റ്റ് ഡാൻസ് എന്ന രീതി തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ സ്പൈഡർമാൻ 4ലേക്ക് MCUവിലേക്ക് ഒരു ക്രോസ് ഓവറായിട്ട് ഇതിൻ്റെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുകയും സ്പൈഡർമാൻ 4ലെ ബിഗ് ബാഡായിട്ട് നൾ ദ സിംബിയോട്ട് ഗോഡ് വരാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെപ്പറ്റിയായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ കോമിക് റിലേറ്റഡ് കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റുള്ളവർ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ഇരുന്ന് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.